blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. എല്ലാ ദിവസവും ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്ണറായി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, കല്യാണിൽ നിന്നുള്ള ലിജിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ, ഞങ്ങൾ ഒരുമിച്ച് തന്നെ അനുഗ്രഹിക്കുന്നു. ഫാമിലി മെമ്പേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ അനുഗ്രഹത്തെ അങ്ങ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂനെയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിക്ക് വളരെ ദൈവഭയമുള്ള യോജിച്ച ഒരു ജീവിത പങ്കാളിയെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരന് തൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ മേഖലകളിലും കർത്താവ് അനുഗ്രഹങ്ങളെ പകരണമേ എന്ന് മാത്രമല്ല, തൻ്റെ മകന് യോജിച്ച ഒരു ജീവിത പങ്കാളിയെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോവയിൽ നിന്നുള്ള സ്റ്റെസി തോമസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. സ്റ്റെസിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. തൻ്റെ ഓവറിയിലുള്ള സിസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാത്രമല്ല, എക്സീമ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. നല്ല ആരോഗ്യത്തെ കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. How to see the evil in this world. ഈ ലോകത്തിലെ തിന്മയെ നമുക്ക് എങ്ങനെ കാണുവാൻ കഴിയും? Many people are surprised to see evil, the increase of evil around us. നമുക്ക് ചുറ്റുമായിട്ട് ഉയർന്നു വരുന്ന അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന തിന്മയെ കുറിച്ച് ഓർത്ത് ഒത്തിരി ആളുകളും ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. And people ask a lot of questions. ജനങ്ങൾ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നു. If Jesus came to this world, യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നെങ്കിൽ, and died for us, നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ, for our sins, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, to destroy the devil, ഈ ശത്രുവിനെ തകർത്തെങ്കിൽ, even after everything, why is so much evil in this world? ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇത്രയധികം തിന്മ ഈ ലോകത്ത് ഉള്ളത്? Why is God allowing so much evil in this world? എന്തുകൊണ്ടാണ് ദൈവം ഈ ലോകത്ത് ഒത്തിരി തിന്മയെ അനുവദിച്ചിരിക്കുന്നത്? We all ask such questions. നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള Why is ചോദ്യമുണ്ട്. God silent seeing all these things? ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ദൈവം എന്താണ് മൗനമായിരിക്കുന്നത്? Sometimes right now you may be going through a very very difficult situation. ഒരുപക്ഷെ ഇപ്പോൾ ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള വളരെ ബുദ്ധിമുട്ടേറിയ അവസ്ഥകളിലൂടെ കടന്നു പോവുകയായിരിക്കും. And you may have 101 questions. ഒരുപക്ഷെ 101 ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉയർന്നു വരുന്നുണ്ടാകും. Some people even think that this evil that is happening to me is because God has punished me. ചില ആളുകൾ ചിന്തിച്ചിരിക്കുന്ന എനിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ തിന്മ എന്നുള്ളത് ദൈവം എന്നെ ശിക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് സംഭവിച്ചിരിക്കുകയാണ്. Many people think like that this is a punishment from the Lord. ഒത്തിരി ആളുകൾ ചിന്തിച്ചിരിക്കുകയാണ് ഇത് ദൈവത്തിൽ നിന്നുള്ള ഒരു ശിക്ഷാവിധിയാണ്. But let me tell you something. Jesus took
all the punishment on the cross of Calvary. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കർത്താവ് സകല ശിക്ഷയെയും, നമ്മുടെ മേൽ ഉണ്ടാകേണ്ട സകല ശിക്ഷയും അവൻ കാൽവരി ക്രൂശിൽ വഹിച്ചു. Can we thank the Lord for that? കൈകൾ ഉയർത്തിക്കൊണ്ട് കർത്താവിന്, യേശു കർത്താവിന് ഒന്ന് നന്ദി പറഞ്ഞു, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. All the punishment that should come upon me went to Jesus. ഓർക്ക് എന്റെ മേൽ വരേണ്ട സകല ശിക്ഷാവിധിയും യേശുവിന്റെ മേൽ That ആരോപിക്കപ്പെട്ടു. fell on Jesus because he died as a substitute for us. അവന്റെ മേൽ അത് ആരോപിക്കപ്പെട്ട നിമിത്തമായി അവൻ നമുക്ക് പകരമായി കാൽവരി ക്രൂശിൽ മരിക്കപ്പെട്ടു. Hallelujah. ഹല്ലേലൂയ. So we are free from punishment. അങ്ങനെ വന്നപ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന് നാം രക്ഷപ്പെട്ടു. At the same time, there may be something called sowing and reaping, something we do and we reap the consequences. That may happen in our lives. അപ്പോൾ തന്നെ ചില കാര്യങ്ങളുണ്ട്, വിതയ്ക്കലും കൊയ്യലും എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഭൂമിയിൽ വിതയ്ക്കുമ്പോൾ അതേ അളവിൽ തന്നെ നാം അത് തന്നെ നാം കൊയ്തെടുക്കുകയും ചെയ്യുന്നു. അത് മറ്റൊരു കാര്യമാണ്. For example, if a person is a chain smoker, നിങ്ങൾ ഒരു ചെയിൻ സ്മോക്കർ ആയിട്ടുള്ള പുകവലിക്കുന്ന ഒരു ശീലമുള്ള വ്യക്തിയാണെങ്കിൽ, if you continuously smoke for many years, ഒത്തിരി വർഷങ്ങളായിട്ട് നിങ്ങൾ പുക that can വലിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ damage your respiratory system. അത് നിങ്ങളുടെ ശ്വാസകോശത്തെ നശിപ്പിക്കും. You may have to undergo the consequences. അതിന്റെ പ്രത്യാഘാതങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായി വരും. That is there. അതവിടെയുണ്ട്. But always remember, all the punishment for all our sins Jesus took on the cross of Calvary. എന്നാൽ പാപത്തിന്റെ സകല ശിക്ഷാവിധിയും യേശു കർത്താവ് കാൽവരി ക്രൂശിൽ അവൻ ഏറ്റെടുത്തു കഴിഞ്ഞു. So I'm going to explain how to see the evil in this world, how to handle them, etc. today. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഈ ഭൂമിയിൽ നമുക്ക് ചുറ്റുപാടുമുള്ള തിന്മകളെ നാം എങ്ങനെയാണ് കാണേണ്ടത്, അതിനെ ഒരു വിശ്വാസി എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. But before that, let's read 1 Corinthians chapter number 13. അതിനു മുൻപായിട്ട് ആദ്യമേ നമുക്കൊരു വചനം വായിക്കണം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം, verses 11 and 12. അതിന്റെ 11 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ. When I was a child, I talked like a child. I thought like a child. I reasoned like a child. When I became a man, I put the things of childhood behind me. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. Verse number 12, for now we see only a reflection as in a mirror, but we shall see face to face. Now I know in part, then I shall know fully, even as I am fully known. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. So in your Bible you can underline this portion, now I know in part, then I shall know fully. ഈ നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾക്ക് അടിവരയിടാൻ പറ്റിയ ഭാഗമാണ് 12-ാമത്തെ വചനത്തിൽ കാണുന്ന ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. Now I know in part, ഇപ്പോൾ ഞാൻ ഭാഗമായി അറിയുന്നു, then I shall know fully. ഇനി പിന്നീട് ഞാൻ പരിപൂർണമായും അറിവുള്ളവനാകും. Now look at me please. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും, Any wise man in this world, ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമാനുണ്ടെങ്കിൽ, any well-read person in this world, educated person in this world, ഈ ലോകത്തിൽ വളരെയധികം വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയുണ്ടെങ്കിൽ, any living mobile encyclopedia in this world, know only in part. ജീവിക്കുന്ന സഞ്ചരിക്കുന്ന ഏതെങ്കിലും ഒരു എൻസൈക്ലോപീഡിയ വിജ്ഞാനകോശം ഇവിടെ ഉണ്ടെങ്കിൽ, they know only in part. അവരെല്ലാം അംശമായി മാത്രമേ അറിയുന്നുള്ളൂ. Hello, did you listen to that? നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേട്ടുവോ? All people, all human beings, whether you are an apostle or a prophet or a minister or you a university professor, you know only in part. ഓർക്കുക, നിങ്ങൾ ഒരു വിശ്വാസിയോ ഒരു ശുശ്രൂഷകനോ ഒരു പ്രവാചകനോ ഒരു അപ്പസ്തോലനോ അല്ലെങ്കിൽ ലോകപരമായി അറിവുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറോ ആരാണെങ്കിലും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ അംശമായി ഭാഗമായി മാത്രമേ അറിയുന്നുള്ളൂ. Hallelujah. ഹല്ലേലൂയ. But one day we will know in full. എന്നാൽ ഒരു ദിവസം നിങ്ങൾ കാര്യങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കും. When?
എപ്പോൾ? When Jesus comes back യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ, and when we go to him. അവന്റെ അടുക്കിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ. Hallelujah. ഹല്ലേലൂയ. Everything will be revealed. ആ സമയത്ത് സകല കാര്യങ്ങളും വെളിപ്പെട്ടു വരും. So in your whole life never expect that you will understand everything. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതകാലത്തിൽ എല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. Hallelujah. ഹല്ലേലൂയ. Never expect that. ഒരിക്കലും അത് God പ്രതീക്ഷിച്ചുകൂടാ. has not revealed everything to us. യേശു ദൈവം ഒരിക്കലും സകല കാര്യങ്ങളെയും മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ബ്ലെസ്സിംഗ് ടുഡേയുടെ പ്രവർത്തനങ്ങൾ ദിവസം തോറും അനേക രാജ്യങ്ങളിലേക്ക്, അനേക വ്യക്തികളിലേക്ക്, ദശലക്ഷങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ 2017 ഒത്തിരി പേർ ഒരുമിച്ച് ചേർന്ന് കൂടുതൽ ഈ പ്രവർത്തനങ്ങൾ വിശാലമാക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കും ഇതിൽ ഒരു പാർട്ട്ണറായി തീരാൻ കഴിയും. ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട് യേശുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നൽകിയാണ്. നിങ്ങളാകെ ചെയ്യേണ്ടത് 0484422133 എന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകുക. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേർ, ആയിരക്കണക്കിന് പേർ മിസ്ഡ് കോൾ നൽകി. മാത്രമല്ല, അവർ ബ്ലെസ്സിംഗ് ടുഡേയിൽ വിവിധ രീതികളിൽ ഇതിൻ്റെ സഹകാരികളായി, പാർട്ട്നേഴ്സായി മാറിക്കഴിഞ്ഞു. നൗ ഇതുവരെ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് ഒരു മിസ്ഡ് കോൾ നൽകുക. നമുക്ക് ഒരുമിച്ച് ഒത്തിരി കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ചെയ്യാം. Now I'm going to tell you the things you should never do with evil. തിന്മയുമായി ചേർന്ന് നിങ്ങൾ ഒരിക്കലും ചെയ്യരുതാത്ത ചില കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പോകുകയാണ്. You can write this down. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ When സാധിക്കും. you see evil around you, നിങ്ങൾക്ക് ചുറ്റും ദുഷ്ടത നിൽക്കുമ്പോൾ, തിന്മ നിൽക്കുമ്പോൾ, number 1, ഒന്നാമത്തെ കാര്യം, don't think that this evil world is out of God's control. ഒരിക്കലും ഈ തിന്മയുടെ ലോകം ദൈവത്തിന്റെ നിയന്ത്രണത്തിന് അതീതമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. Many people think like that. ഒത്തിരി ആളുകൾ ഇത് They ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. think that God is sitting somewhere around the corner of the universe and he is not involving in the matters in this world. ചില ആളുകളൊക്കെ ചിന്തിച്ചിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഏതോ കോണിൽ ദൈവം തമ്പുരാൻ ഇരിക്കുകയാണ്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൊന്നും അവൻ ഇടപെടാതെ മാറി നിൽക്കുകയാണ്. I'm going through a very tough situation, but God is not doing anything. God is not acting for me. ഞാനിതാ വളരെ വൈഷമ്യമേറിയ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു, ഇതെല്ലാം കണ്ടിട്ടും ദൈവം എന്റെ കാര്യത്തിൽ ഒന്നും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നില്ല. Never think that this evil world is out of God's control. ഒരിക്കലും ഈ തിന്മയുടെ ലോകം ദൈവത്തിന്റെ നിയന്ത്രണത്തിന് അപ്പുറമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. Look at me please. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും. God is in control of your life. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. The world is not out of control. ഈ ലോകം ഒരിക്കലും നിയന്ത്രണാതീതമല്ല. And your life is not out of control. നിങ്ങളുടെ ജീവിതവും നിയന്ത്രണത്തിന് അതീതമല്ല. God is in control. ഓർക്കുക, അതിന്റെ മുഴുവൻ നിയന്ത്രണവും നിങ്ങളുടെ കർത്താവിന്റെ കയ്യിലുണ്ട്. Ephesians chapter 1 verse number 11. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അതിന്റെ 11-ാമത്തെ വചനം. In him we were also chosen, having been predestined according to the plan of him who works out everything in the conformity with the purpose of his will. 1:11 അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുൻപിൽ കൂട്ടി. Meaning God chose us in him, in the Lord, even before the establishment of this world. അതിന്റെ അർത്ഥം ഇതാണ്, ഈ ലോകത്തിന്റെ നിർണയം ഉണ്ടാകുന്നതിന് മുൻപ്, സ്ഥാപനം ഉണ്ടാകുന്നതിന് മുൻപ് തന്റെ ഹിതത്തിന്റെ ആലോചന പ്രകാരം അവൻ സകലതും പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. God's perfect will and purpose are already set for us. ദൈവത്തിന്റെ തികഞ്ഞ ഇഷ്ടവും അതുപോലെ തന്നെ ഉദ്ദേശങ്ങളും നമുക്ക് വേണ്ടി അവൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. Do you know that? നിങ്ങൾക്കതറിയാമോ? For your life, his purpose, his perfect will is already set. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള അവന്റെ ഹിതവും അവന്റെ ഉദ്ദേശങ്ങളും അത് പരിപൂർണമായി നിർണയിക്കപ്പെട്ടു കഴിഞ്ഞു. Number 2, രണ്ടാമത്തെ don't കാര്യം, think that
because of the presence of evil, life is absurd and meaningless. ഈ ലോകത്തിൽ തിന്മയുടെ സാന്നിധ്യം നിമിത്തമായിട്ട് നിങ്ങളുടെ ജീവിതം ഒരു അബദ്ധമാണെന്നും അർത്ഥശൂന്യമാണെന്നും ഒരിക്കലും ചിന്തിക്കരുത്. Maybe in your family life you are facing a lot of troubles. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടാകാം. Maybe you have a lot of debts. ഒരുപക്ഷെ ഒത്തിരി കടഭാരങ്ങൾ ഉണ്ടാകാം. You are going through a very tough financial situation. അപ്പോൾ തന്നെ നിങ്ങൾ ഒത്തിരി സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന Maybe വ്യക്തിയായിരിക്കാം. somebody deceived you. ഒരുപക്ഷെ മറ്റു ചില ആളുകൾ നിങ്ങളെ വഞ്ചിച്ചു കാണാം. But never think that your life has become meaningless. എന്നാൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതം അർത്ഥശൂന്യമായി പോയി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. As long as God is in your life is meaningful. ഓർക്കുക, ദൈവം തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ജീവിതം അർത്ഥവത്തായ ജീവിതമാണ്. How many of you know that Jesus is in your boat? നിങ്ങളുടെ ബോട്ടിനകത്ത്, വഞ്ചിക്കകത്ത് ദൈവം തമ്പുരാൻ യേശു കർത്താവ് ഉണ്ടെന്ന് എത്ര പേര് അറിയുന്നുണ്ട്? Hallelujah. ഹല്ലേലൂയ. Romans chapter 11 റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം verses 33 and 36. 33 അതിന്റെ 36 വചനങ്ങൾ. Oh, the depth of the riches of the wisdom and knowledge of God. How unsearchable his judgments and his paths beyond tracing out. ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, ചേർന്ന് വായിക്കാമോ, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. Sometimes we struggle to understand the ways of God. ചില സമയങ്ങളിൽ ദൈവത്തിന്റെ വഴികളെ മനസ്സിലാക്കുവാൻ നാം ബുദ്ധിമുട്ടി പോകാറുണ്ട്. That does not mean that God's ways are wrong. അതിന്റെ അർത്ഥം അത് ഒരിക്കലും ദൈവത്തിന്റെ വഴികൾ തെറ്റാണ് എന്ന് പറയുന്നില്ല. Hallelujah. Hallelujah. The Bible says God's ways are perfect. ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ വഴികൾ തികവുള്ളത്. Hallelujah. ഹല്ലേലൂയ. So even if we don't understand, if you are walking in the ways of the Lord, it is a perfect way. ഓർക്കുക, നാം തിരിച്ചറിഞ്ഞില്ലെങ്കിലും നാം ദൈവത്തിന്റെ വഴികളിലൂടെയാണ് നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം തികവുള്ളതാണ്. Hallelujah. ഹല്ലേലൂയ. People may not understand it. ജനങ്ങൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലായില്ലെന്നിരിക്കും. Your little brain may not understand it. നിങ്ങളുടെ കൊച്ചു ബുദ്ധിക്കും അത് തിരിച്ചറിയാൻ But പറ്റിയില്ലെന്നിരിക്കും. because you are walking with Jesus, you are walking through a perfect way. എന്നാൽ നിങ്ങൾ കർത്താവ് യേശുവിനോടൊപ്പമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സഞ്ചാരം, നിങ്ങളുടെ വഴി തികവുള്ളതാണ്. Hallelujah. ഹല്ലേലൂയ. Number 3. മൂന്നാമത്തെ കാര്യം, Don't think that God is unjust in the way he governs the universe. ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്ന കാര്യത്തിൽ ദൈവം നീതിമാനല്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. Some people think like this. ചില ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? If I were God, I would not allow like this. ഞാൻ ദൈവമായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും അനുവദിച്ചു കൊടുക്കില്ലായിരുന്നു. If I were God, I would not allow that thief to enter that house. ഞാൻ ദൈവമായിരുന്നെങ്കിൽ കള്ളൻ ആ വീട്ടിൽ കയറാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു. So there are a lot of I were God, I were God, I were. ഓ, ഞാൻ ദൈവമായിരുന്നെങ്കിൽ എന്ന് പറച്ചിൽ കുറേ ഉണ്ട്. That's why you are not God. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവം ആകാതിരുന്നത്. But the Bible says, Psalm 145 verse number 17. എന്നാൽ സങ്കീർത്തനങ്ങളിലേക്ക് വരൂ, 145-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനത്തിൽ The ബൈബിൾ Lord പറയുന്നു, is righteous in all his ways. അവിടെ നാം കാണുന്നു, യഹോവ തന്റെ സകല വഴികളിലും നീതിമാനാകുന്നു. ക്ഷമ സിസ്റ്ററെ ഒന്നുകൂടെ വിളിച്ചു പറ. യഹോവ തന്റെ സകല വഴികളിലും നീതിമാനാകുന്നു. ഒന്നുകൂടെ കൈയൊന്ന് ഉയർത്തിയിട്ട് പറയാമോ? എനിക്ക് ശേഷം പറയാമോ? ദൈവം കർത്താവ് തന്റെ സകല വഴികളിലും നീതിമാനാകുന്നു. Brother Damien, ministering in USA. Renew, Saturday, February 18th, 6:30 p.m. Rock of the Nations Church, 13216 Fairford Avenue, Norwalk, California 90650. Call +1 562 361 7635. ഈ സഹോദരിയുടെ പേര് രാഖി എന്നാണ്. തന്നൊരു സിംഗിൾ മദറാണ്. തൻ്റെ ഭർത്താവ് തന്നോടൊപ്പം ഇല്ല. തന്നെ ഒരു ഡിവോഴ്സായി നിൽക്കുവാണ്.
തനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. താൻ 2 പെൺകുഞ്ഞുങ്ങളെ വളർത്തുവാനും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരുടെ ഫീസൊക്കെ അടക്കുവാൻ, അവരുടെ സ്കൂളിങ്, ട്യൂഷൻ എല്ലാം വളരെ കഷ്ടപ്പെടുകയായിരുന്നു. സിംഗിൾ മദറിന്റെ കഷ്ടപ്പാട്. യെസ്. കാരണം അതുപോലെ സാമ്പത്തിക ഞെരുക്കം തന്നെ അനുഭവിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയാണ് ആദ്യമായിട്ട് ഈ സഹോദരി നമ്മുടെ TV പ്രോഗ്രാം കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ തനിക്ക് ആദ്യം തന്നെ കണ്ടപ്പോൾ തനിക്കൊരു ദൈവിക ആകർഷണമുണ്ടായി, തനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താൻ ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് നാട്ടിലൊക്കെ പോകാറുണ്ട്. എന്നാൽ പിറ്റേ ദിവസം താൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്ലെസ്സിങ്ങിനുള്ളിൽ ഒരു സാക്ഷ്യം വന്നു. ഒരു സാധാരണ കൂലിവേലയൊക്കെ ചെയ്യുന്ന ഒരു സഹോദരി തൻ്റെ അല്പമായ വരുമാനത്തിൽ നിന്ന് ചില തുകകൾ മാറ്റി പാവപ്പെട്ട കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന ഒരു അനുഭവം പങ്കുവച്ചിരുന്നു. അതായത് നോട്ട് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ, പേനകൾ, പഠനോപകരണങ്ങളൊക്കെ വാങ്ങിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഡാമിൻ ബ്രദർ ആ സമയത്ത് ആ സാക്ഷ്യത്തിന് ശേഷം ഇതുപോലെ കഷ്ടപ്പെടുന്ന, പഠിപ്പിക്കുവാൻ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ സഹോദരി ഒത്തിരി താൻ കണ്ണുനീരൊഴുക്കുകയായിരുന്നു, കണ്ണിലൂടെ ഇങ്ങനെ ധാരധാര ഒഴുകിയായിരുന്നു. കാരണം തൻ്റെ മകളുടെ ഫീസ് കഴിഞ്ഞ ഓഗസ്റ്റിൽ അടച്ചിട്ട് ഇപ്പോൾ നവംബർ മാസമായി അടച്ചിട്ടില്ല. ഓഗസ്റ്റ് വരെയുള്ള ഫീസ് അടച്ചിട്ടുള്ളൂ. ഒത്തിരി മാസങ്ങളുടെ പെൻഡിങ് കിടക്കുകയാണ്. എന്തിനാ പഠിക്കുന്ന മകൾ? 6th പഠിക്കുന്നത്. ഓക്കെ, സ്കൂൾ ഫീ. യെസ്, 2 പെൺകുഞ്ഞുങ്ങളാണ് തനിക്കുള്ളത്. അതിൻ്റെ മൂത്ത മകളുടെ ഒരുവിധം താൻ അടച്ചു. എന്നാൽ മറ്റേ മകളുടെ അടക്കുവാൻ നവംബർ മാസമായി, ഇപ്പോൾ ഡിസംബർ മാസമായി, ഇത്രയും മാസത്തെ പെൻഡിങ് ആയി കിടക്കുകയായിരുന്നു. അപ്പോൾ ബ്രദർ ഈ പ്രാർത്ഥിച്ച സമയത്ത് ഈ മകളും പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ, എനിക്ക് വേണ്ടി കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. താൻ സംഭവിച്ചത് 1-2 ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ ഇളയ മകൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, അതിന് മുമ്പ് ഈ മകൾ പറഞ്ഞത് അമ്മ ഫീസ് അടക്കണം, ലാസ്റ്റ് സമയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, എത്രയും വേഗം അടക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു, അടക്കാം മകളെ, നമുക്ക് ഈ ഇയർ കഴിയുന്നത്, അക്കാഡമിക് ഇയർ കഴിയുന്നത് ഏപ്രിലാണ്, അതിന് മുമ്പ് എങ്ങനെയെങ്കിലും അടക്കാമെന്നാണ് പറഞ്ഞത്. കാരണം ഈ മാസം അടക്കാമെന്ന് പോലും മകൾക്ക് വിശ്വാസമില്ല. അപ്പോൾ ഏപ്രിൽ മാസം മോളുടെ ലാസ്റ്റ് എക്സാമിന് മുമ്പ് എങ്ങനെയെങ്കിലും നമുക്ക് അടക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ബ്രദർ പ്രാർത്ഥിച്ച സമയത്ത് താനും കൂടെ കണ്ണുനീരോടെ ചേർന്ന് പ്രാർത്ഥിച്ചു. സംഭവിച്ചത് മകൾ പിന്നീട് വന്നിട്ട് പറഞ്ഞു, മകളെ ടീച്ചർ ഫീസ് അടക്കാത്ത ചില കുട്ടികളുടെ ഡയറി വാങ്ങിച്ചിട്ട് ഫീസ് അടക്കണം, എത്രയും വേഗം അടക്കണം എന്നുള്ള നോട്ട് പാരൻസിന് എഴുതി വിട്ടു സ്കൂൾ ഡയറിയിൽ. എന്നാൽ എന്നെ മാത്രം വിളിച്ചില്ല അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കാരണം എന്ന് ടീച്ചറുടെ അടുത്ത് പോയി ചോദിക്കണം. അപ്പോൾ ഈ തിങ്കളാഴ്ച മകൾ സ്കൂളിൽ ചെന്നിട്ട് ചോദിച്ചു, എൻ്റെ ഫീസ് അടച്ചിട്ടില്ല, പക്ഷേ അടക്കാൻ എഴുതിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതിന് മകളുടെ അമ്മ വന്ന് ഈ ഡിസംബർ വരെയുള്ള ഫുൾ ഫീസ് ഇവിടെ അടച്ചു തീർത്തിരിക്കുകയാണല്ലോ, അങ്ങനെയാണ് സിസ്റ്റം പറയുന്നത്, ഫുൾ ഫീസ് അടച്ചിരിക്കുന്നത്, നിങ്ങൾ ഇനി അടക്കേണ്ട ആവശ്യമില്ല. ശരിയാണോ സിസ്റ്റർ പറയുന്നത്? സംശയം കൊണ്ട് അവള് പിന്നെയും പറഞ്ഞു വിട്ടു സ്കൂളില്. അപ്പൊ അവള് പറഞ്ഞു, മിസ് പറഞ്ഞു അമ്മ വന്ന് ഡിസംബർ വരെയുള്ള അടച്ചിട്ടുണ്ട്. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, കർത്താവിനെ വിളിച്ചാൽ കർത്താവ് എന്താ നൂലൊക്കെ ഇട്ട് ഇറക്കി തരുമോ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടിട്ടുണ്ട് ഞാൻ. വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് ഇതുപോലെ നൂലെ കെട്ടി ഇറക്കി കൊടുക്കും. ഹല്ലേലൂയ. ശരിക്കും സിസ്റ്ററെ, ഞങ്ങളെ എല്ലാവരെയും കരയിപ്പിച്ചു കളഞ്ഞു അല്ലേ? ഒരു നിമിഷം ഈ സഹോദരിയുടെ നേരെ കൈകൾ നീട്ടി. ഒരു സിംഗിൾ മദറാണ്, ഒറ്റയ്ക്ക് തുഴയുക. ഈ കൈകളിലേക്ക് ആവശ്യത്തിലുള്ള പണം വന്നു ചേരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇതുപോലെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകാം. ബൈബിൾ പറയുന്നു, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് മാറ്റം കൊടുത്തു. നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലമുറകളെ മുഴുവൻ കർത്താവ് അനുഗ്രഹിക്കാൻ പോകുക. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ സഹോദരി ഇപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ദൈവമേ, ഇനി അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വിധത്തിൽ അതിശക്തമായ ദൈവിക അനുഗ്രഹങ്ങൾ ഇവർ കാണേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരെ 2 മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രയർ ടൈമിൽ ഇതിനു മുമ്പുള്ള 100 കണക്കിന് എപ്പിസോഡുകളിൽ എത്രയോ ആയിരങ്ങൾക്ക് യേശു കർത്താവ് വിടുതൽ കൊടുത്തു. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യണമേ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കണമേ.
ഒരു വ്യക്തിയുടെ ഷോൾഡർ, ആ തോളിൽ ഏതൊരു പൊട്ടലുണ്ടായിട്ട് അത് മുഖാന്തരം ജോലി ചെയ്യാനോ ഒന്നും ചെയ്യാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെടുന്നൊരു വ്യക്തി കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. സ്കിൻ ഡിസീസുകൾ കർത്താവ് സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. അതുപോലെ ഹെർണിയ എന്ന രോഗം കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. മറ്റൊരു അവസ്ഥ, പൈൽസ് രോഗനിമിത്തം വളരെ പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വിടുതൽ ഉണ്ടാകട്ടെ ഇൻ ജീസസ് നെയിം. മക്കളില്ലാത്ത പലരെയും കർത്താവ് ഈ സമയത്ത് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങളായി മക്കളില്ലെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർ അടുത്തുണ്ടെങ്കിൽ കൈകൾ കോർത്ത് പിടിക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, നിൻ്റെ അത്ഭുതം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് മക്കളെ ദാനമായി അങ്ങ് നൽകണമേ. ക്യാൻസർ ബാധിച്ചവരെ കർത്താവെ, നീ ഇപ്പോൾ സൗഖ്യമാക്കുന്നതിനാൽ നന്ദി പറയുന്നു ഇൻ ജീസസ് നെയിം. അതുപോലെ യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. അൺനെസസറി ബ്ലീഡിങ്, രക്തസ്രവം യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെങ്കിലും ഈ സമയത്ത് കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥിക്കുന്നവരുടെ വിഷയങ്ങൾ എന്താണെങ്കിലും കർത്താവെ, ഇപ്പോൾ പൂർണ്ണമായ സൗഖ്യം അങ്ങ് കൊടുക്കണമേ എന്ന് ഞാൻ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്ന കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട പല പുസ്തകങ്ങൾ, ദ ഫേവർ ഓഫ് ഗോഡ്, ദൈവപ്രസാദം, അതുപോലെ ബ്രേക്കിംഗ് ബാരിയേഴ്സ്, തടസ്സങ്ങളെ തകർക്കുക, എൻ്റെ പ്രാർത്ഥനാ ഡയറി, ആശിഷന്മാർ, വിന്നേഴ്സ് ഫാക്ടറി തുടങ്ങിയ പുസ്തകങ്ങൾ, CD-കൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. ബ്ലെസ്സിങ് ടുഡേ വെബ്സൈറ്റ് സന്ദർശിക്കുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ വീണ്ടും കാണാം. God bless you. Bye-bye.